Dear Malayali friends, I am Abraham Cherian. Welcome to my channel. Please subscribe my channel and click on the bell icon above. Today's subject is spoken English. This is in continuation of my previous classes. Today I am going to teach you about the tenses, the verbs, the various forms of tenses, the present tense, the past tense, and the future tense. Tenses are the most complicated subjects as far as the students are concerned. The teachers also make it more complicated because straight away they will go to the grammar. I say that instead of going to the complications or the details in grammar, we will start speaking simple sentences in various tenses. That is the most easiest way. Forget about the verbs, forget about the tenses and start speaking in English. That's the simplest way. For example, we will take a single verb, that's go, പോവുക. ഞാൻ പോകുന്നു അല്ലെങ്കിൽ ഞാൻ പോകുന്നു, I go. We go, they go, you go. അപ്പോൾ പോകുന്നു എന്നുള്ളതിന് I go, they go, we go എന്ന് ഉപയോഗിക്കുക. പക്ഷേ he, she, it തേർഡ് പേഴ്സണിൽ വരുമ്പോൾ go എന്നുള്ളതിന് പകരം goes എന്ന് പറയണം. He goes, she goes, it goes, Sita goes, Rajan goes, Sheila goes. അപ്പോൾ തേർഡ് പേഴ്സണിൽ സിംഗിൾ പേഴ്സൺ ആകുമ്പോൾ he, she, it ഇവയ്ക്ക് ഗോസ് വെർബിനോടുകൂടി ഗോ എന്നതിന് പകരം ഗോസ് എന്നാകണം. കം എന്നാണ് വേണമെങ്കിൽ കംസ് എന്ന് മാറ്റണം. അപ്പം ഹി, ഷീ, ഇറ്റ് ഈ മൂന്ന് തേർഡ് പേഴ്സണും ഗോസ് അല്ലെ കംസ് എന്ന് പ്രത്യേകം ചേർക്കണം. അതാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അഥവാ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, അതിന് നമ്മൾ പറയേണ്ടത് ഐ ആം ഗോയിങ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. വി ആർ ഗോയിങ്, അവർ പോയിക്കൊണ്ടിരിക്കുന്നു. ദേ ആർ ഗോയിങ്, അവർ പോയിക്കൊണ്ടിരിക്കുന്നു. യു ആർ ഗോയിങ്, നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഐ ആം ഗോയിങ്, വി ആർ ഗോയിങ്, യു ആർ ഗോയിങ്, ദേ ആർ ഗോയിങ്. അതേസമയം സിംഗിൾ പേഴ്സൺ തേർഡ് പേഴ്സൺ ആണെങ്കിലും ഹീ ഈസ് ഗോയിങ്, ഷീ ഈസ് ഗോയിങ്, ഇറ്റ് ഈസ് ഗോയിങ്. ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഐ ആം ഗോയിങ്, വി ആർ ഗോയിങ്, ദേ ആർ ഗോയിങ്, യു ആർ ഗോയിങ്, ഹീ ഈസ് ഗോയിങ്, ഷീ ഈസ് ഗോയിങ്, ഇറ്റ് ഈസ് ഗോയിങ്, ദ ട്രെയിൻ ഈസ് ഗോയിങ്, രാജു ഈസ് ഗോയിങ്, തോമസ് ഈസ് ഗോയിങ്, ഷീല ഈസ് ഗോയിങ്. ഇതാണ് പ്രസൻറ്റ് ടെൻസ് അഥവാ വർത്തമാനകാലത്തിൽ നമ്മൾ പറയാനുള്ളത്. അടുത്തത് ഭൂതകാലം, പാസ്റ്റ് ടെൻസ്. അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഗോ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് വെൻഡ് എന്നാണ്. ഐ വെൻഡ്, ഷീ വെൻഡ്, വി വെൻഡ്, they went, we went, she went, രാജ വെൻറ്റ്, റാണി വെൻറ്റ്. അപ്പം ബേസിക്കായിട്ട് അതിന് വ്യത്യാസം ഒന്നും തന്നെയില്ല, എല്ലാം ഒരു ഫോമിലാണ്. പക്ഷേ
ഗോ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് വെൻറ്റ് എന്നാണ്. ടേക്ക് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എടുക്കുക എന്നാണ് പറയുന്നതെങ്കിൽ ടേക്ക് എന്നുള്ളത് ടുക്ക് എന്നായി മാറും. ഗോ വെൻറ്റ്. അതുപോലെ തന്നെ സിറ്റ് സാറ്റ്. സിറ്റ് എന്നാണെങ്കിൽ സാറ്റാണ് പാസ്റ്റ് ടെൻസ്. അപ്പം ചില പാസ്റ്റ് ടെൻസിൽ ടുക്ക് എന്നുള്ളത് ടേക്ക് എന്നുള്ളത് ടുക്ക് എന്ന് വരും, ചില പാസ്റ്റ് ടെൻസിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഗോ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഹീ വെൻറ്റ്, ഷീ വെൻറ്റ്, ദേ വെൻറ്റ്, ഐ വെൻറ്റ്, യു വെൻറ്റ്, ദേ വെൻറ്റ് എല്ലാം ഒരുപോലെയാണ്. അടുത്തത് ഫ്യൂച്ചർ ടെൻസ്, ഭാവി കാലം. ഭാവി കാലം പറയണമെങ്കിൽ വിൽ എന്ന് ചേർക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന ഗോ, പോവുക തന്നെ വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ഐ വിൽ ഗോ, വി വിൽ ഗോ, ദേ വിൽ ഗോ, ഷീ വിൽ ഗോ, ഹീ വിൽ ഗോ എന്ന് തന്നെ നമ്മൾ പറയണം. അപ്പോൾ ഭാവി കാലം ഫ്യൂച്ചർ ടെൻസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഐ വിൽ ഗോ, ഹീ വിൽ ഗോ, ഷീ വിൽ ഗോ, ദേ വിൽ ഗോ, അങ്ങനെ വില്ല് ചേർത്ത് പറയുക. ഇതാണ് സിമ്പിളായിട്ട് പഠിക്കാനുള്ളൊരു മാർഗം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പല വേർബ്സിലുണ്ട്. പോകുക എന്നതിന് ഗോ, വരിക എന്നുള്ളതിന് കം, ഇരിക്കുക എന്നുള്ളതിന് സിറ്റ്, എടുക്കുക ടേക്ക്, ഇങ്ങനെ ഓരോന്നും മാറി മാറി സകല വെർബുകളും ഒരു 50 വെർബുകളിലും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫോമിൽ 3 ടെൻസുകളും, അതായത് ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം, ഇത് 3ഉം പറയത്തക്ക വിധത്തിൽ പഠിക്കുക. തൽക്കാലം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇത് പ്രായോഗികത്തിൽ വരുത്തണം. നന്ദി, നമസ്കാരം.